നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ നോവൽ രാരീരം തുടരുന്നു. സന്ധ്യ കഴിഞ്ഞതു മുതൽ ശിശിരയ്ക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു തുടങ്ങി. തൻ്റെ മകൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാവും? സാജനും ബ്ലസ്സിയും ഇനി ആലിങ്കലേക്ക് മടങ്ങി വരില്ലെന്നാണ് അപ്പച്ചൻ പറയുന്നത്. മോളെ പിരിഞ്ഞുള്ള ആദ്യത്തെ രാത്രിയാണിത്. ക്രിസ്റ്റിയെ മുഷിപ്പിക്കരുതെന്ന് കരുതി എല്ലാവരോടും തുറന്നിടപെട്ടു. സ്നേഹപൂർണമായ സ്വീകരണമായിരുന്നു തിരിച്ചു കിട്ടിയതും. രണ്ടാം കെട്ടുകാരിയാണെന്നോ ഒരു കുഞ്ഞുണ്ടെന്ന ഭാവമോ ആരും നോട്ടത്തിൽ പോലും പ്രകടിപ്പിച്ചില്ല. സന്ധ്യയ്ക്ക് മുൻപ് ബന്ധുക്കൾ പിരിഞ്ഞു. മേരിയമ്മയും ബെന്നിയുടെ ഭാര്യ ലിസിയും പിന്നെ ശിശിരയും മാത്രമായി. 7 മണിക്ക് ക്രിസ്റ്റിയുടെ 2 സുഹൃത്തുക്കൾ വന്നു. അത്താഴം കഴിഞ്ഞിട്ടും ക്രിസ്റ്റി അവരോട് സംസാരിച്ചിരുന്നു. സ്റ്റേറ്റ്സിലെ വിശേഷങ്ങളാണെന്നറിഞ്ഞ് അവൾ ബെഡ്റൂമിലേക്ക് പോയി. ലാൻഡ് ഫോണിൽ നിന്ന് അവൾ ആലിങ്കലേക്ക് വിളിച്ചു. മറുതലയ്ക്കൽ ദേവസിയുടെ സ്വരം കേട്ടു. ഞാനാ അപ്പച്ച. അവൾ എന്തെടുക്കുന്നു? തേങ്ങലടക്കി ശിശിര ചോദിച്ചു. ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച് കിടന്ന് അവൾ ഉറങ്ങി. എൻ്റെ കട്ടിലിലുണ്ട്. മമ്മിയെപ്പറ്റി ഒന്നും ചോദിച്ചില്ലേ? ആദ്യമായിട്ടാ ഞാൻ എൻ്റെ മോളെ. ശിശിര കരഞ്ഞുപോയി. സത്യം പറയാവല്ലോ, ഇത്രയും നേരമായിട്ടും നിന്നെപ്പറ്റി ഒരു വാക്ക് അവൾ ചോദിച്ചില്ല. അവൾക്ക് വല്യപ്പച്ചനെ മതി. എനിക്കും അതൊരാശ്വാസമായി. നീ അതും ഇതും ഓർത്ത് ക്രിസ്റ്റിയെ മുഷിപ്പിക്കരുത്. എനിക്കും എൻ്റെ കൊച്ചുമോൾക്കും സുഖ. മറുവശത്ത് ഫോൺ വെച്ചു. റിസീവറും പിടിച്ച് ശിശിര കുറേ നേരം അങ്ങനെ തന്നെ നിന്നു. സുഹൃത്തുക്കൾ പോയപ്പോൾ ക്രിസ്റ്റഫർ ഹാളിലേക്ക് കയറി. ഒരു സിഗരറ്റും പുകച്ച് കറിയ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മകനെ കണ്ട് അയാൾ എഴുന്നേറ്റു. നീ വന്നേ. കറിയ ക്രിസ്റ്റഫറെ സ്വന്തം മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അലമാര തുറന്ന് ഒരു വലിയ ഫയൽ എടുത്ത് ചിരിയോടെ നീട്ടി. വാങ്ങീര് മകനെ. ക്രിസ്റ്റഫർ ഫയൽ വാങ്ങി. മനസ്സിലായോ അതിലെന്തുവാന്ന്? ദേവസി നിനക്ക് തന്ന സ്ത്രീധനമാ. ക്രിസ്റ്റഫർ ഫയലിലേക്ക് നോക്കി. അപ്പച്ചൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ദേവസി നിന്റെ പേരിൽ ഇഷ്ടദാനമായി എഴുതി തന്ന പേപ്പറുകളാ അതിനുള്ളിൽ. മൊത്തം 60 കോടിക്ക് പുറത്തു വരും മകനെ. ക്രിസ്റ്റഫറിൻ്റെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി. കറിയ തലയാട്ടി ചിരിച്ചു. ഭാഗ്യവാൻ. എന്നാ എൻ്റെ മകൻ മണിയറയിലോട്ട് ചെന്നാട്ടെ. ഫയൽ നെഞ്ചോടടക്കി ക്രിസ്റ്റഫർ പുറത്തിറങ്ങി. ബെഡ്റൂമിൻ്റെ വാതിൽ അല്പം തുറന്ന് കുറുക്കനെ പോലെ അയാൾ അകത്തേക്ക് നോക്കി. കട്ടിലിൽ തല കുനിച്ച് ശിശിര ഇരിപ്പുണ്ട്. ഒന്ന് പൊട്ടിച്ചിരിക്കാനാണ് ക്രിസ്റ്റഫർക്ക് തോന്നിയത്. അയാൾ വാതിൽ തുറന്ന് അകത്ത് കയറി. ശിശിര എഴുന്നേറ്റ് മുഖം കുനിച്ച് നിന്നു. ക്രിസ്റ്റഫർ വാതിലടച്ച് കുറ്റിയിട്ടു. ശിശിരയ്ക്ക് മധുരമുള്ളൊരു മന്ദഹാസം ക്രിസ്റ്റഫർ സമ്മാനിച്ചു. അറിയാതെയാണെങ്കിലും തെല്ലുനാണം അവളിലും അങ്കുരിച്ചു. തനിച്ചിരുന്ന് മുഷിഞ്ഞോ? അവൾ ചിരിക്കുക മാത്രം ചെയ്തു. ക്രിസ്റ്റഫർ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ഫയൽ സൂട്ട് കേസിൽ വെച്ച് പൂട്ടി. നനുത്ത ചിരിയോടെ അയാൾ കട്ടിലിൽ ചെന്നിരുന്നു. വിശാലമായ മുറിയായിരുന്നു അത്. മധ്യഭാഗത്തായിരുന്നു വലിയ ബെഡ്. ചുവന്ന പൂക്കളുള്ള ബെഡ്ഷീറ്റിന് വല്ലാത്തൊരു വശ്യതയുണ്ടായിരുന്നു. AC-യുടെ തണുപ്പേറി വരുന്നത് ശിശിര അറിഞ്ഞു. ക്രിസ്റ്റഫർ കണ്ണടയൂരി മേശയിൽ വെച്ചു. കാലത്തിൻ്റെ ഓരോ കുസൃതികളെ. 7 വർഷം മുമ്പ് നടക്കേണ്ടതായിരുന്നു ഇങ്ങനെയൊരു ദിവസം. അവളുടെ മനസ്സ് ഒന്ന് പിടഞ്ഞു. എന്താ നിൽക്കുന്നത്? ഇരിക്കൂ. അയാൾ കൈ നീട്ടി അവളുടെ വെളുത്ത കൈത്തണ്ടയിൽ മൃദുവായി പിടിച്ചു. ശിശിരയുടെ ദേഹമാകെ ഒരു വിറ പടർന്നു. ക്രിസ്റ്റഫർ അവളെ അരികിൽ പിടിച്ച് ഇരുത്തി. ഇവിടെ ശിശിരയ്ക്ക് അനിഷ്ടമായി ഒന്നുമുണ്ടായില്ലല്ലോ? ചോദ്യത്തിലെ വ്യാങ്യം അവൾക്ക് മനസ്സിലായി. ഇല്ല, ഞാനിതൊന്നും പ്രതീക്ഷിച്ചതേയില്ല ക്രിസ്റ്റി. അമ്മച്ചിയും മറ്റുള്ളവരും എങ്ങനെ സ്വീകരിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. ഒരുപാട് കുറവുകൾ ഉള്ളവളല്ലേ ഞാൻ. ക്രിസ്റ്റഫർ നനുത്ത ചിരിയോടെ അവളുടെ കൈ സ്വന്തം കൈക്കുള്ളിൽ വെച്ച് തഴുകി. ഒരാശങ്കയും വേണ്ട. ഞങ്ങളെല്ലാവരും സ്നേഹമുള്ള മനുഷ്യരാ. എന്തെന്നില്ലാത്ത കുളിർമ അവൾക്ക് അനുഭവപ്പെട്ടു. ക്രിസ്റ്റഫർ മുഖത്തു നോക്കി ചിരിച്ചു. പിന്നെ
ഇരു കൈകളും അവളുടെ ചുമലിൽ കഴുത്തിലൂടെ കൈകൾ അരിച്ച് കൈകൾക്കുള്ളിൽ അയാൾ മുഖമെടുത്തു. ശിശിരയെ ഞാൻ എന്തുമാത്രം മോഹിച്ചെന്നോ. എന്നോട് ക്ഷമിക്ക് ക്രിസ്റ്റി. അവളുടെ അധരങ്ങൾ വിറച്ചു. ക്രിസ്റ്റഫർ അവളുടെ കവിളിലൂടെ വിരൽ ഉരസി. വിറകൊള്ളുന്ന കീഴ്ചുണ്ടിൻ്റെ അടിയിൽ ചൂണ്ടുവിരൽ വെച്ച് അയാളൊന്ന് ഉയർത്തി. അധരത്തിൽ ചുംബനം പതിയുമെന്നറിഞ്ഞ് അവൾ കണ്ണുകളടച്ചു. ക്രിസ്റ്റഫറിൻ്റെ കൈകൾ മുഖത്തുനിന്ന് പിൻവാങ്ങിയതറിഞ്ഞ് അവൾ മിഴി തുറന്നു. എന്താണ് ഈ മനസ്സിലെന്ന് എനിക്കറിയാം. അവൾ ചെറുതായൊന്ന് പകച്ചു. മോളെക്കുറിച്ചല്ലേ ശിശിര ഓർക്കുന്നത്? പതിയെ അവളുടെ മിഴികൾ നിറയാൻ തുടങ്ങി. ഞാൻ അല്പം മുമ്പ് ആലിംഗലേക്ക് വിളിച്ചിരുന്നു. അവളെ നമുക്ക് വിട്ടുതരില്ലെന്നാണ് ശിശിരയുടെ അപ്പച്ചൻ പറഞ്ഞത്. അവളെ മാമോദിസ മുക്കി അവിടുത്തെ സ്കൂളിൽ ചേർക്കാൻ പോകുന്നത്രേ. ശിശിര പെട്ടെന്ന് എതിർത്തു. അത് ശരിയാവില്ല ക്രിസ്റ്റി. അവൾ വളരേണ്ടത് നമുക്കൊന്നിച്ചല്ലേ? അങ്ങനെയല്ലേ ക്രിസ്റ്റി എന്നോട് പറഞ്ഞത്? അതെ, പക്ഷേ ശിശിരയുടെ അപ്പച്ചൻ അങ്ങനെ ആഗ്രഹിച്ചാൽ എതിരു പറയരുതെന്ന പക്ഷത്താ എൻ്റെ അപ്പച്ചൻ. ആദ്യ ബന്ധത്തിലെ കുട്ടി വീട്ടുകാർക്കൊപ്പം കഴിയുന്നതാണത്രേ പതിവ്. അപ്പച്ചൻ പറയുന്നത് ശരി തന്നെ. പക്ഷേ നമ്മൾ അവളെ നമ്മുടെ കൂടെ വളർത്തും. ശിശിരയ്ക്കത് ആശ്വാസമായി. മോളെ നമ്മൾ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനോട് അമ്മച്ചിക്ക് വിയോജിപ്പുണ്ട്. അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല. അവളെ ഒപ്പം കൂട്ടുന്നത് ഒരു വീടെടുത്തിട്ട് മതി. അതുവരെ വല്യപ്പച്ചൻ്റെ ഒപ്പം നന്തൂട്ടി നിൽക്കട്ടെ. അവളുടെ മനസ്സിടിഞ്ഞു. എത്ര നാൾ നമ്മളിവിടെ ഉണ്ടാവും ക്രിസ്റ്റി? മോളുടെ കാര്യം ഓർക്കുമ്പോൾ നാളെ തിരുവനന്തപുരത്തേക്ക് മാറിയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. 6-7 ദിവസമെങ്കിലും കഴിയാതെ അപ്പച്ചൻ വിടില്ല. ശിശിരയ്ക്ക് കരച്ചിൽ വന്നു. ഇടയ്ക്ക് നമ്മൾ ചെന്ന് അവളെ കാണുന്നുണ്ടല്ലോ. അവളൊരു ബോർഡിംഗ് സ്കൂളിൽ നിൽക്കുകയാണെന്ന് ശിശിര കരുത്. ആരെയും നീരസപ്പെടുത്താതെ വേണം നമ്മൾ ഈ വീട് വിട്ടുപോകാൻ. പിന്നീട് ആരുടെയും ഇടപെടൽ ഉണ്ടാവില്ല. അയാൾ അനുനയിപ്പിച്ചു. നിശബ്ദയായി അവൾ ഇരുന്നു. ക്രിസ്റ്റി പറയുന്നത് നേരാണ്. വിവാഹം കഴിഞ്ഞയുടൻ വീട് വിട്ടാൽ എല്ലാവരും തന്നെ മാത്രമേ കുറ്റപ്പെടുത്തൂ. മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാനും കഴിയില്ല. അതുവരെ ആലിങ്കൽ പോയി കാണുകയേ നിവൃത്തിയുള്ളൂ. ക്രിസ്റ്റഫർ അവളെ പാളിയൊന്ന് നോക്കി. അംഗീകരിച്ച മട്ട് മുഖത്ത് കണ്ടു. ഇന്നലെ ഒരു സംഭവമുണ്ടായി. അവൾ മുഖമുയർത്തി ജിജ്ഞാസയോടെ അയാളെ നോക്കി. വൈകിട്ട് 4 മണിയായിട്ടുണ്ടാവും. മടങ്ങുന്നതിന് മുമ്പ് ഞാൻ അടുത്ത സുഹൃത്തുക്കൾക്കായി ഒരു വിരുന്നൊരുക്കിയിരുന്നു. പാർട്ടി തുടങ്ങിയപ്പോഴാണ് അയാളുടെ വരവ്. ഋഷിയുടെ ചുട്ടുപഴുത്തൊരു ഇരുമ്പുപാളിയിൽ എടുത്തു കിടത്തിയതുപോലെ ശിശിര പുളഞ്ഞു. ആർക്കും അയാളെ അറിയില്ലായിരുന്നു. ഞാനത് മൂടിവെച്ച് ഒഴിവാക്കാനാ നോക്കിയത്. പക്ഷേ അയാൾ സ്വയം പരിചയപ്പെടുത്തി. അവരൊക്കെ പകച്ചുപോയി. ശിശിരയുടെ ശിരസ് താണു. അയാൾ വന്നത് വിവാഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനായിരുന്നു. സ്നേഹപൂർവ്വമുള്ള ഉപദേശങ്ങളാ തന്നത്. വെറുപ്പാൽ അവളുടെ ഓരോ അണുവും പുകഞ്ഞു. അയാൾ ക്രിസ്റ്റിയെ കാണാൻ മാത്രമല്ല ചെന്നത്, നിമിഷയുടെ ഫ്ലാറ്റിലും ചെന്നിരുന്നു. ക്രിസ്റ്റിയെക്കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങളുമായിട്ട്. എന്നതാ അയാൾ പറഞ്ഞത്? ചിരിയോടെ അയാൾ ചോദിച്ചു. ക്രിസ്റ്റി എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാത്രേ വിവാഹത്തിന് തയ്യാറായതെന്ന്. നിമിഷയും അമ്മയും ആട്ടിവിട്ടു. ആജീവനാന്തം ഞാനിങ്ങനെ ഉരുകിത്തീരുമെന്നാണ് അയാൾ കരുതിയത്. ആ ഉദ്ദേശം മനസ്സിൽ വെച്ചായിരുന്നല്ലോ മോളെ വിട്ടുതന്ന് അയാൾ ഒരു നാടകം കളിച്ചത്. അതുവരെ അവളുടെ മുഖത്തുണ്ടായിരുന്ന മുഴുവൻ മൃദുഭാവങ്ങളും അലിഞ്ഞുപോയി. 7 വർഷമായി അയാൾക്കൊപ്പം കിടക്ക പങ്കിട്ട, അയാൾ ചവച്ചു തുപ്പിയ ചണ്ടിയാണ് അമൃത് പോലെ ഞാൻ സ്വീകരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടാ അയാൾ പോയത്. നെറുകയിൽ തീമഴ വീണതുപോലെ അവൾ എരിഞ്ഞു. ആ ഇരിപ്പ് ക്രിസ്റ്റഫറെ ഹരം കൊള്ളിച്ചു. ആദ്യ രാത്രിയിൽ തന്നെ ഈ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് തനിക്ക് കാണണം. റാസ്കൾ! അയാൾ പറയുക, അയാൾക്ക് അറിയാത്തതായി ശിശിരയുടെ ശരീരത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലുമില്ലെന്ന്. സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് എൻ്റെ തല കുനിഞ്ഞുപോയി. ഒന്നും കഴിക്കാൻ നിൽക്കാതെ അവർ മടങ്ങി. കൈക്കുടന്നയിൽ മുഖം പൊത്തി ശിശിര പൊട്ടിക്കരഞ്ഞു. കുറച്ചുനേരം ക്രിസ്റ്റി അത് കണ്ടിരുന്നു. ശിശിര അത് മറന്നേക്ക്. അയാൾ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ നിറഞ്ഞ മനസ്സോടെ ശിശിരയെ സ്വീകരിച്ചത്. അയാളെ നമുക്ക് മറന്നേക്കാം. ക്രിസ്റ്റഫർ എഴുന്നേറ്റ് കട്ടിലിൻ്റെ മറുവശത്തേക്ക് പോയി. അവൾ സാരി തലപ്പ് പിടിച്ച് വേഗം കണ്ണുപ്പി. ശിശിര കിടന്നോളൂ.
അയാൾ കിടക്കയിലേക്ക് ചാഞ്ഞു. പിന്നെ ലൈറ്റ് കെടുത്തി. അവളെ അവഗണിച്ച് ചെരിഞ്ഞു കിടന്ന് അയാൾ ഉറക്കം കാത്തു. ഇരുട്ടിൽ ഒരു സാലപഞ്ചിക കണക്കെ അവൾ അങ്ങനെ ഇരുന്നു. രാവിലെ ബെഡ് കോഫിയുമായി അളക വിശാഖൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഇന്നലെ രാത്രി അയാൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് അവൾക്ക് തോന്നി. കപ്പ് മേശമേൽ വെച്ചിട്ട് അവൾ പുറത്തേക്ക് നടന്നു. നിൽക്ക്. അവൾ നിന്നു. ഋഷി രാവിലെ വരും അപ്പുവിനെ കൊണ്ടുപോകാൻ. അവളുടെ മുഖം പെട്ടെന്ന് ചുവന്നു. നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? അളക പൊട്ടിത്തെറിച്ചു. അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാണ്. വിശാഖനിൽ അതുവരെ കാണാത്തൊരു ഭാവം അവളെ നടുക്കി. നീ അവനോട് സംസാരിച്ചത് മുഴുവനും ഞാൻ കേട്ടിരുന്നു. അപ്പുവുമായി ഋഷിയുടെ ജീവിതത്തിലേക്ക് പോകാൻ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ടായിരുന്നു. അളക സ്തബ്ധയായി. കുടിച്ച് നശിക്കരുതെന്ന് നീ യാചിച്ചതുകൊണ്ടാണ് അവൻ വീട് വിട്ടുപോയത്. അവൻ്റെ കാര്യത്തിൽ നിനക്ക് ഉത്കണ്ഠയുണ്ടെങ്കിൽ മരണത്തിന് അവനെ വിട്ടുകൊടുക്കരുത്. അവൻ്റെ അവസ്ഥ നീ ചിന്തിക്കുന്നതിലും ഭീകരമാണ്. അവൾ ചുമരോട് അമർന്നു നിന്നു. ഋഷിയാണ് എനിക്കിന്ന് എല്ലാത്തിലും വലുത്. അവനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് നമുക്കൊരു ജീവിതമുണ്ടാവില്ല. നിന്നോട് ഞാൻ യാചിക്കുകയാ, അപ്പുവിനെ അവന് കൊടുത്തേക്ക്. മോനെ പിരിയാൻ വയ്യെങ്കിൽ നീയും പൊയ്ക്കോ. അയാൾ നോട്ടം താഴ്ത്തി. ഋഷിയേട്ടൻ വരില്ല. വരും. ഞാൻ അവനോട് വാക്കു പറഞ്ഞു. അപ്പുവിനെ സ്വീകരിക്കാൻ വന്നില്ലെങ്കിൽ ഞാനും നീയും മരിക്കുമെന്ന്. അവൾ ശക്തിയായി ഞെട്ടി. അപ്പു ഋഷിയുടെ ജീവിതത്തിൽ കടന്നു ചെന്നേ മതിയാവൂ. നീ എതിര് നിന്നാൽ ചെയ്തു കൂട്ടിയ മഹാപാതകങ്ങൾക്കൊപ്പം ഒന്നുകൂടി എനിക്ക് ചെയ്യേണ്ടി വരും. താലി കെട്ടിയ ഈ കൈകൊണ്ട് നിന്നെ കൊന്ന് ഞാനും മരിക്കും. പറഞ്ഞു തീർന്നതും വിശാഖൻ ചുവരിൽ നെറ്റിയടിച്ചു. അളക തരിച്ചു നിന്നു. ഞാൻ എന്തു ചെയ്യും? അയാൾ പിറുപിറുത്തു. അവൾ അയാളുടെ ചുമലിൽ കൈവച്ചു. അവളുടെ മുഖത്ത് നോക്കാനുള്ള കരുത്തില്ലാതെ വിശാഖൻ പൊടുന്നനെ നിലത്ത് മുട്ടുകുത്തി അളകയുടെ പാദങ്ങളിൽ പൊത്തിപ്പിടിച്ചു. അവളത് തീരെ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അവളും മുട്ടുകുത്തി അയാളെ ചുറ്റിപ്പിടിച്ചു. വിശാഖേട്ടാ. അയാൾ കുഞ്ഞിനെ പോലെ വിതുമ്പിക്കരഞ്ഞു. ഇങ്ങനെയൊരു പരിഹാരമുണ്ടായിരുന്നെങ്കിൽ എന്തേ നേരത്തെ എന്നോട് പറഞ്ഞില്ല? ശരമറ്റ പക്ഷിയെപ്പോലെ അയാൾ പിടഞ്ഞു. കുഞ്ഞിൻ്റെ അച്ഛനേക്കാൾ പെണ്ണിന് വലുത് താലി കെട്ടിയ പുരുഷനാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് വിശാഖേട്ടനെ വെറുക്കാൻ തോന്നാത്തത് അതുകൊണ്ടാ. കുഞ്ഞില്ലാതെ കഴിഞ്ഞ കാലത്ത് ഞാൻ പറയാറില്ലേ, ജീവിതം മടുക്കുമ്പോൾ നമുക്കൊന്നിച്ച് മരിക്കാമെന്ന്. അതിനുള്ള സമയമായി. നിറഞ്ഞ മനസ്സോടെ ഞാൻ എൻ്റെ അപ്പുവിനെ ഋഷിയേട്ടന് കൊടുക്കാം. ശാന്തയായി അവൾ പറഞ്ഞു. വിശാഖൻ അവളെ മുറുകെ പുണർന്നു. കഴുത്തിൽ മുഖം വെച്ച് കരഞ്ഞു. ഗേറ്റിൽ ഒരു കാറിൻ്റെ ഇരമ്പൽ കേട്ടു. നിലത്തുനിന്ന് വിശാഖനും അളകയും വേഗം എഴുന്നേറ്റു. മുറ്റത്തേക്ക് കയറി വന്നത് ഋഷിയുടെ വെളുത്ത മാരുതിയായിരുന്നു. ഡോർ തുറന്ന് ഋഷി പുറത്തിറങ്ങി. വിശാഖൻ വാതിൽ തുറന്നപ്പോൾ ഋഷി സിറ്റൗട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. ആ മുഖത്ത് പരിചിത ഭാവമൊന്നും വിശാഖൻ കണ്ടില്ല. ഉറഞ്ഞുകൂടിയ നിസ്സംഗതയായിരുന്നു. അയൺ ചെയ്യാത്ത ചുളിവ് വീണ ഷർട്ടും പാൻസും. മദ്യപിച്ചിട്ടില്ല എന്ന് വിശാഖന് തോന്നി. വാ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വിശാഖൻ ക്ഷണിച്ചു. ഋഷി അകത്ത് കയറി സെറ്റിയിൽ ഇരുന്നു. എതിരെ വിശാഖനും. നിന്റെ വീട്ടിലേക്ക് പോകുന്നില്ലേ? ഇല്ല. അപ്പോൾ അപ്പുവിൻ്റെ കൈ പിടിച്ച് അളക ഹാളിലേക്ക് വന്നു. അവൻ നന്നായി നടക്കാൻ തുടങ്ങിയിരുന്നു. വിശാഖൻ അളകയെ പാളി നോക്കി. അപ്പുവിലായിരുന്നു അവളുടെ കണ്ണുകൾ. ആ മുഖത്തെ ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. എന്തായാലും അപ്പുവിനെ ഋഷിക്ക് കൊടുക്കാൻ അവൾ തയ്യാറായത് അയാളെ ആശ്വസിപ്പിച്ചിരുന്നു. ഋഷിയെ തിരിച്ചറിഞ്ഞതും അപ്പുവിൻ്റെ ചുണ്ടുകൾ വിടർന്നു. മുല്ലമുട്ടുകൾ പോലുള്ള വെളുത്ത പല്ലുകൾ കാട്ടി അവൻ ചിരിച്ചു. ഋഷിയും ചിരിച്ചു. അവൻ്റെ നെറ്റിയിലേക്ക് കറുത്ത മുടികൾ ചാഞ്ഞു കിടപ്പുണ്ട്. ചന്ദന നിറമുള്ള കുഞ്ഞു ജുബ്ബയും പാൻറ്റുമാണ് അവൻ്റെ വേഷം. അളക അവൻ്റെ കൈവിട്ടു. ഞാനിപ്പോൾ വരാം. ആരോടെന്നില്ലാതെ പറഞ്ഞിട്ട് അവൾ വേഗം അകത്തേക്ക് നടന്നു. അപ്പു നേരെ ചെന്നത് ഋഷിയുടെ അരികിലേക്കായിരുന്നു. ഋഷി അവനെ ചേർത്ത് നിർത്തി നെറുകയിൽ ചുംബിച്ചു. പിന്നെ പോക്കറ്റിൽ നിന്ന് ചോക്ലേറ്റുകൾ എടുത്ത് അവൻ്റെ കുഞ്ഞു കൈകളിൽ വെച്ചുകൊടുത്തു. വിശാഖന് സമാധാനമായി. ഇനി എങ്ങോട്ടാ പോകുന്നത്?
വിശാഖൻ ചോദിച്ചു. തീരുമാനിച്ചിട്ടില്ല. ആ ലോഡ്ജ് വിടാൻ നിശ്ചയിച്ചു. ഋതുനന്ദയിൽ താമസിക്ക്. എന്തായാലും ഇവിടം വിടാൻ ഞങ്ങൾ ഉറപ്പിച്ചു. നല്ലത്. ഋഷി ചോക്ലേറ്റ് പൊട്ടിച്ച് അപ്പുവിന് കൊടുത്തു. അവൻ സെറ്റിയിൽ വലിഞ്ഞു കയറി അത് രുചിച്ചു തിന്നു. മുറിയിൽ കയറിയപ്പോഴേക്കും അലച്ചു വന്ന പെരുമഴ പോലെ അളക പൊട്ടിക്കരഞ്ഞു. ബാഗ് കട്ടിലിൽ വെച്ചിട്ട് അവൾ അലമാര തുറന്നു. അപ്പുവിൻ്റെ ഡ്രസ്സുകളായിരുന്നു അതിനുള്ളിൽ. കുറേ വാരിയെടുത്ത് അവൾ നെഞ്ചോട് ചേർത്തു. എൻ്റെ മോനെ, അമ്മ ഇതെങ്ങനെ സഹിക്കുമെടാ? അവൾ അതിൽ തുരുതുരെ ചുംബിച്ചു. നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ പൊയ്ക്കോ. പിന്നെ ഒരു നിമിഷം നിൻ്റെ അമ്മ ജീവിക്കില്ല. അളകേ. താഴെ നിന്ന് വിശാഖൻ്റെ ഒച്ച കേട്ടു. കരച്ചിൽ അടക്കാനാവാതെ അവൾ അവൻ്റെ ഡ്രസ്സുകൾ ബാഗിൽ കുത്തിത്തിരുകി. അലമാരിയിൽ നിന്ന് അവൻ്റെ ഹെൽത്ത് കാർഡ് എടുത്ത് ബാഗിൽ വെച്ചു. ബാത്റൂമിൽ കയറി മുഖം കഴുകി തുടച്ചു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ണുകൾ ചുവന്നിട്ടുണ്ട്. കരയാതെ വേണം അവനെ യാത്രയാക്കാൻ. എല്ലാം ഒരു ഉറക്കത്തിൽ കണ്ട കിനാവുകളായിരുന്നു. വെറും മിഥ്യ. അവൾ മുറിയിൽ നിന്ന് ബാഗ് എടുത്ത് താഴെ വന്നപ്പോൾ ഋഷിയുടെ അരികിൽ അപ്പുവിനെ കണ്ടു. ബാഗ് അവൾ ടീപ്പോയിൽ വെച്ചു. ബോധമറ്റ് നിലത്ത് വീണു പോകുമെന്ന് അവൾക്ക് തോന്നി. ഒരുവിധം വാതിൽപ്പടി വരെ അവളെത്തി. ഇതവൻ്റെ ഡ്രസ്സുകളാ. ഹെൽത്ത് കാർഡും ബാഗിലുണ്ട്. അവളുടെ സ്വരം ചിലമ്പി. ഇനി വൈകണ്ട, നിങ്ങൾ പോയിക്കൊള്ളൂ. വിശാഖൻ ധൃതി വെച്ചു. ഋഷിയുടെ വരണ്ട ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. അപ്പുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും മരിക്കുമെന്ന് നീ വന്നു പറഞ്ഞപ്പോൾ ഭയന്നിട്ടാ ഞാൻ വന്നത്. ഞാൻ എന്തിൻ്റെ പേരിലാണ് അപ്പുവിനെ കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു തരേണ്ട ബാധ്യത നിനക്കുണ്ട്. വിശാഖനിൽ നിന്ന് മറുപടി കിട്ടാതെ വന്നപ്പോൾ ഋഷി അളകയുടെ നേരെ തിരിഞ്ഞു. കുഞ്ഞിൻ്റെ അമ്മ ബാഗ് ഒരുക്കി തന്നു വിടാൻ തയ്യാറെടുത്ത് നിൽക്കുക. എനിക്ക് അതിശയം തോന്നുകയാണ്. ഇങ്ങനെയും ഒരമ്മയുണ്ടോ? അയാൾ ചിരിച്ചു. അളക നിശ്വാസം പോലെ ഒന്ന് വിങ്ങി. നമ്മുടെ വിധി മറ്റെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഋഷി. തീർത്തും വിചിത്രമായി തോന്നാം. അതുകൊണ്ട് തന്നെയാവും നമ്മുടെ പ്രവൃത്തികളും അങ്ങനെയാവുന്നത്. വിശാഖൻ പറഞ്ഞു. നമ്മുടെ പ്രവൃത്തിയല്ല, നിന്റെ ചിത്തഭ്രമം പിടിച്ചിരിക്കുകയാണ് നിനക്ക്. ഋഷിയുടെ ശബ്ദത്തിൽ പരിഹാസം നിഴലിച്ചു. അപ്പുവിൻ്റെ അച്ഛൻ നീയാ. മക്കളുണ്ടായിട്ടും നിന്റെ ജീവിതം കൂടുതൽ ദുരന്തങ്ങളിലേക്ക് ഊർന്നു പോകാൻ പാടില്ല. നിറഞ്ഞ മനസ്സോടെയാണ് ഞങ്ങൾ അവനെ നിനക്ക് തരുന്നത്. അളക സാരിത്തലപ്പ് കൊണ്ട് വായ് പൊത്തി. ഉറക്കെ കരഞ്ഞു പോകുമെന്ന് തോന്നിയപ്പോൾ സാരി ചുരുട്ടി അവൾ വായിലേക്ക് തള്ളിക്കയറ്റാൻ തുടങ്ങി. ഞാനാണ് അപ്പുവിൻ്റെ അച്ഛനെന്ന് നീ പറയുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരാൾ അച്ഛനാവുന്നത് എങ്ങനെയാണ്? ജീവജാലങ്ങളിൽ മനുഷ്യർക്ക് മാത്രമല്ലേ ഇങ്ങനെയൊരു സങ്കല്പമുള്ളൂ? കർമ്മം ചെയ്യുന്നത് മനുഷ്യർ മാത്രമാണ്. കർമ്മം കൊണ്ടാണ് ഒരാൾ അച്ഛനാവുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പുവിന് വേണ്ടി കർമ്മം ചെയ്യാത്ത ഞാൻ എങ്ങനെ അവൻ്റെ അച്ഛനാവും? ഋഷി പതിയെ ചിരിച്ചു. അയാളുടെ വാക്കുകളുടെ ഗതിയറിയാതെ അളകയുടെ മനസ്സ് ഉത്കണ്ഠയാൽ ഉറക്കമിടിച്ചു. ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ പ്രസവിക്കുന്നത് വരെ നിന്റെ കുഞ്ഞിന് വേണ്ടി നീ ചെയ്ത കാര്യങ്ങൾ ഓർത്തുനോക്ക്. ഇന്ന് പിച്ച വെച്ച് നടക്കുന്ന പ്രായം വരെ അവനെ നീ വളർത്തിയതിനു പകരം വയ്ക്കാൻ എന്തുണ്ടടോ? നിന്റെ മുഖത്ത് നോക്കി അവൻ അച്ഛാന്ന് വിളിക്കുന്നത് നീ ചെയ്ത കർമ്മഫലമാണ്. വിശാഖൻ സ്തബ്ധനായിരുന്നു. ഇന്ന് വരെ അപ്പു എൻ്റെ മകനാണെന്ന് മനസ്സുകൊണ്ട് ഒരു വട്ടം പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ മകളാണേ അത് സത്യമാണ് വിശാഖ. അവൻ എങ്ങനെ എൻ്റെ മകനാകും? കുടജാദ്രിയിൽ വെച്ച് നീ ചോദിച്ചത് ജീവരക്തമായിരുന്നു. ഞാനത് മാത്രമേ നിനക്ക് തന്നിട്ടുള്ളൂ. അളകയ്ക്ക് ഒരു പുനർജന്മത്തിന് അത് ഉപകരിച്ചെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഇന്നും ഇവൾ എൻ്റെ മനസ്സിൽ ആ പഴയ അളക തന്നെയാണ്. വിശാഖൻ ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച് കരഞ്ഞു. അപ്പുവിനെ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? എനിക്കെങ്ങനെ നിന്റെ കുഞ്ഞിനെ വളർത്താനാവും? എൻ്റെ വേദന ഇല്ലാതാക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ മോളെ എനിക്ക് പിടിച്ചു വാങ്ങിത്താ. അവളല്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ഒരു കുഞ്ഞില്ല. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാ ഈ ജീർണദേഹം ഞാൻ ഇപ്പോഴും ഉപേക്ഷിക്കാത്തത്. ഋഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. വിശാഖൻ കുനിഞ്ഞിരുന്ന് കരഞ്ഞു. ഋഷി ഒരു നിശ്വാസത്തോടെ തുടർന്നു. സാരമില്ല, ഈശ്വരന് ഋഷിയെ പൂർണ്ണമായും ചവിട്ടിത്തേക്കാനാവില്ലെന്ന് എനിക്കറിയാം. ചവിട്ടുന്ന കാലിൽ ഞാൻ തൊട്ട് നമസ്കരിക്കും. എനിക്കെൻ്റെ മോളെ തിരിച്ചു കിട്ടും.
ഷർട്ടിൻ്റെ കോളർ വലിച്ചുയർത്തി ഋഷി കണ്ണു തുടച്ചു. ആ ചെകുത്താൻ ചെയ്ത പകവീട്ടലായിരുന്നില്ലേ? അല്ലായിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുമായിരുന്നു. അവന് ശിക്ഷ ദൈവം കൊടുക്കും. അല്ലെങ്കിൽ എന്ത് പ്രകൃതി നിയമമാ ഉള്ളത്? ഋഷി എഴുന്നേറ്റു. അപ്പു നിന്റെ മകനല്ലെന്ന് ഇനിയെങ്കിലും മനസ്സുകൊണ്ടുപോലും ചിന്തിച്ചു പോകരുത്. മഹാപാപമാണത്. നിന്റെ ഭ്രാന്ത് ഇതോടെ അവസാനിക്കണം. നിങ്ങൾ ഈ നാട് വിട്ട് പരിചയക്കാരില്ലാത്ത മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പുവിൻ്റെ നല്ല ഭാവിക്ക് അതാണ് നല്ലത്. വളർന്നു വരുമ്പോൾ ഇത്തരം കഥകളൊന്നും അവൻ കേൾക്കാൻ ഇടവരരുത്. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം അപ്പുവിന് വേണ്ടി മാത്രമാണെന്ന് കരുത്. ഞാൻ ഇറങ്ങട്ടെ. അപ്പുവിൻ്റെ നെറുകയിൽ കൈവച്ചിട്ട് ഋഷി പുറത്തേക്ക് നടന്നു. അളക ഓടിച്ചെന്ന് അപ്പുവിനെ വാരിയെടുത്ത് നെറ്റിയിൽ ചുംബിച്ചു. ദേവസിയും നന്ദൂട്ടിയും ഒന്നിച്ചിരുന്നാണ് പ്രാതൽ കഴിച്ചത്. അത് കഴിഞ്ഞ് അയാൾ അവളെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മകൾ പോകുന്നതുവരെ മാത്രമേ ഈ സ്നേഹപ്രകടനത്തിന് ആയുസുള്ളൂ എന്ന് ദീനാമ്മ ഓർത്തു. 10 മണിയോടെ ക്രിസ്റ്റിയുടെ കാർ ആലിങ്കൽ മുറ്റത്ത് വന്നു നിന്നു. ശിശിര കാറിൽ നിന്നിറങ്ങി വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി ഹാളിലേക്ക് ഓടി. അകത്ത് കടന്നതും ഒരു നിമിഷം അവൾ സ്തബ്ധയായി നിന്നു. അപ്പച്ചൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ച് തൻ്റെ മകൾ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നു. 2 ദിവസം കൊണ്ട് അവൾക്കൊരുപാട് മാറ്റം വന്നതുപോലെ. മമ്മിയെ തന്നെ നോക്കിയാണ് നന്ദൂട്ടിയും പടികൾ ഇറങ്ങിയത്. പതിവിലും കൂടുതൽ ആഭരണങ്ങൾ അണിഞ്ഞ് പട്ടുസാരി ചുറ്റി നിൽക്കുന്നത് തൻ്റെ മമ്മിയല്ല എന്ന് അവൾക്ക് തോന്നി. അവർ താഴെ എത്തിയപ്പോൾ ശിശിര നന്ദൂട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോളെ. അവൾ വിങ്ങിക്കരഞ്ഞു. വേണ്ട, എന്നോട് മിണ്ടണ്ട. അടുത്തു വാ മോളെ. ശിശിര കൈ നീട്ടി. അവൾ ദേവസിയുടെ പിന്നിലേക്ക് വെട്ടിമാറി. അത് കണ്ട് ഒരു പരിഹാസസ്മിതവുമായി ക്രിസ്റ്റഫർ അകത്തേക്ക് പ്രവേശിച്ചു. എൻ്റെ അടുത്തേക്ക് വരാൻ പറ അപ്പച്ച. കണ്ണീരോടെ ശിശിര ദേവസിയോട് കെഞ്ചി. ചെല്ലു മോളെ, നിന്റെ മമ്മിയല്ലേ. ഞാൻ പോവൂല. അവൾ പുറത്തേക്ക് ഓടിപ്പോയി. ശിശിരയുടെ മനസ്സ് വിണ്ടുപൊട്ടി. നീ വിഷമിക്കണ്ട. അവൾക്കിപ്പോൾ എന്നാത്തിനും വല്യപ്പച്ചൻ മതി. കണ്ടോ, എനിക്ക് 10 വയസ്സിൻ്റെ ഇളപ്പം തോന്നുന്നില്ലേയോ? ദേവസി ചിരിച്ചു. ശിശിര നിന്നു വിതുമ്പിയതേ ഉള്ളൂ. ഞാൻ അവളോട് സംസാരിക്കാം. അടുക്കളയിൽ ദീനാമ്മ മാത്രമേ ഉള്ളൂ. നീ ചെന്ന് വേണ്ട നിർദ്ദേശം കൊടുത്തേ. ശിശിര കർച്ചീഫ് കൊണ്ട് കണ്ണു തുടച്ചിട്ട് അകത്തേക്ക് നടന്നു. ദീനാമ്മ തിരക്കിട്ട പണിയിലായിരുന്നു. ശിശിരയെ കണ്ട് അവൾ അടിമുടി നോക്കിയിട്ട് ചിരിച്ചു. കൊച്ചിരുന്നാട്ടെ. കസേര വലിച്ചിട്ട് ശിശിര ഇരുന്നു. ബ്ലസ്സിയും സാജനും ഇതുവരെയും വന്നില്ലേ? ഇല്ല. എൻ്റെ മോൾ വല്ലതുമൊക്കെ കഴിക്കുന്നുണ്ടോ ചേട്ടത്തി? തമ്പുരാൻ്റെ കൃപയാൽ മോൾക്കിവിടെ സുഖമാ. വല്യപ്പച്ചൻ്റെ ഒപ്പ ഊണും ഉറക്കവും. രണ്ടാളും എപ്പോൾ നോക്കിയാലും കളിയും ചിരിയും തന്നെ. വല്യ മുതലാളി പുറത്തു പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. അതിശയം ഭാവിച്ച് ദീനാമ്മ താടിക്ക് കൈയൂന്നി നിന്നു. ശിശിരയ്ക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. ചേട്ടത്തി, അവളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളണേ. ഒരു പെൺകുഞ്ഞല്ലേ. ദീനാമ്മയ്ക്ക് ശിശിരയോട് സഹതാപമാണ് തോന്നിയത്. എങ്കിലും പുറമേ അവർ അത് കാണിച്ചില്ല. അത് പിന്നെ പ്രത്യേകം പറയണോ കൊച്ചേ? എനിക്കൊരു കൊച്ചിനെ കർത്താവ് തന്നിരുന്നേല് അതിനെ നോക്കും പോലാ ഞാൻ ഇവിടുത്തെ കൊച്ചിനെയും നോക്കുന്നത്. ശിശിര ഹാൻഡ് ബാഗിൽ നിന്ന് 100ൻ്റെ കുറേ നോട്ടുകൾ എടുത്ത് എണ്ണാനൊന്നും നിൽക്കാതെ ദീനാമ്മയുടെ അടുത്തേക്ക് ചെന്നു. ചേട്ടത്തി, ഇത് വാങ്ങണം. എന്നാത്തിനാ കൊച്ചേ? എൻ്റെ ഒരു സന്തോഷത്തിനാ. ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോകും. ദീനാമ്മയുടെ മുഖത്ത് കടുത്ത വേദന നിഴലിച്ചു. ഇതൊന്നും പ്രതീക്ഷിച്ചല്ല കൊച്ചേ ഞാൻ അതിനെ നോക്കുന്നത്. അത് പറഞ്ഞാൽ ശിശിര കൊച്ചിന് മനസ്സിലാകത്തില്ല. ദീനാമ്മ സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോയി. ശിശിര പിന്നാമ്പുറത്തിറങ്ങി. കിഴക്കേ മുറ്റത്ത് ചെന്നപ്പോൾ സിമൻറ്റ് ഭിത്തിയിൽ നന്ദൂട്ടി മുഖം വീർപ്പിച്ചിരിപ്പുണ്ട്. ശിശിരയെ കണ്ട് വെറുപ്പോടെ അവൾ എഴുന്നേറ്റു. നന്ദൂട്ടി ഓടിപ്പോകുന്നതിനു മുൻപേ ശിശിര അവളെ വാരിയെടുത്തു. വിട്. നന്ദൂട്ടി ശിശിരയെ തല്ലാനും പിഞ്ഞി വലിക്കാനും തുടങ്ങി. ശിശിര അവളെ വിട്ടില്ല. മമ്മിയുടെ മണം അവളുടെ എതിർപ്പിൻ്റെ ശക്തി കുറച്ചു. അവൾ കരയാൻ തുടങ്ങി. ശിശിര അവളെയും കൊണ്ട് ഇരുന്നു. എന്തിനാ എൻ്റെ മോൾ മമ്മിയെ വിഷമിപ്പിക്കുന്നത്? കരഞ്ഞുകൊണ്ട് ശിശിര ചോദിച്ചു. മമ്മി എന്തു പിഴച്ചു? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത്? നന്ദൂട്ടി ഏങ്ങലടിച്ച് കരഞ്ഞു. ശിശിരയ്ക്ക് സഹിക്കാനായില്ല.
2 രാത്രിയും മമ്മി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഉടനെ നമുക്ക് തിരിച്ചു പോകാം. അവിടെ ഡാഡിയുടെ വീട്ടിൽ നമുക്ക് താമസിക്കാം. നന്ദൂട്ടിയുടെ കരച്ചിൽ പെട്ടെന്ന് നിന്നു. ശിശിരയെ നോക്കി. ഡാഡിയോ? അതാരാ? ചാട്ടുളി പോലുള്ള മൂർച്ചയുണ്ടായിരുന്നു ആ ചോദ്യത്തിന്. ക്രിസ്റ്റി മോളുടെ ഡാഡിയാ. എനിക്ക് ഡാഡിയില്ല, അച്ഛനേ ഉള്ളൂ. ശിശിരയുടെ മനസ്സ് പൊള്ളിപ്പോയി. മമ്മി പോയിക്കോ, ഞാൻ വരില്ല. എനിക്ക് വല്യപ്പച്ചൻ്റെ കൂടെ നിന്നാ മതി. ശിശിര തേങ്ങിപ്പോയി. മോൾ പറഞ്ഞത് കേട്ടില്ലേ? അവൾക്ക് ഞാനെന്ന് വെച്ച ജീവനാ. ചിരിച്ചുകൊണ്ട് ദേവസി അങ്ങോട്ട് വന്നു. ശിശിരയുടെ കയ്യിൽ നിന്ന് കുതറി നന്ദൂട്ടി അയാളുടെ അടുത്തേക്ക് ചെന്നു. ദേവസി അവളെ തന്നോട് ചേർത്തു പിടിച്ചു. നീ മനസ്സ് വേദനിപ്പിക്കുന്നത് എന്നാത്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മോൾ എൻ്റെ കൂടെയല്ലേ നിൽക്കുന്നത്? ഞാനിവിടെ തനിച്ചും. ഒരൽപ്പം ദയ ഈ വയസ്സനോട് കാണിച്ചൂടെ? ശിശിര എഴുന്നേറ്റു. ഇവൾക്ക് നിന്റെ കൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ വിട്ടുതരില്ല. ഈ വലിയ വീട്ടിൽ എനിക്ക് തനിച്ചു വയ്യ. വിമല പോയിട്ടും നിന്റെ അപ്പച്ചൻ ഇപ്പോഴും ജീവിക്കുന്നത് ഇവളുണ്ടായിട്ടാ. അതറിയാവോ നിനക്ക്? ദേവസിയുടെ ഒച്ചയിടറി. വേഗം ശിശിര കണ്ണു തുടച്ചു. ക്രിസ്റ്റി നല്ലവനാ. അവന് വിഷമമുണ്ടാക്കരുത്. ദൈവകോപമുണ്ടാകും. നീ വാ. നന്ദൂട്ടിയെയും കൂട്ടി ദേവസി മുൻപേ നടന്നു. ശിശിര മനസ്സിനെ ശകാരിച്ച് നിർത്താൻ പണിപ്പെട്ട് പിന്നാലെ ചെന്നു. ഊണിന് എല്ലാവരും ഒന്നിച്ചാണ് ഇരുന്നത്. ശിശിര ദീനാമയ്ക്കൊപ്പം ആഹാരം വിളമ്പിയിട്ട് നന്ദൂട്ടിയുടെ അടുത്തിരുന്നു. ക്രിസ്റ്റഫർ സൗമ്യമായൊരു ചിരിയോടെ ഊണ് കഴിക്കാൻ നന്ദൂട്ടിയെ പ്രോത്സാഹിപ്പിച്ചു. അവൾ അയാളെ ഗൗനിച്ചതേയില്ല. ഭക്ഷണം കഴിഞ്ഞയുടൻ ക്രിസ്റ്റഫർ പോകാൻ തിടുക്കം കാട്ടി. ശിശിരയ്ക്ക് അനുസരിക്കാതെ നിവർത്തിയില്ല എന്ന് വന്നു. ദേവസിക്ക് അരികിൽ നിന്ന നന്ദൂട്ടിയുടെ അടുത്തേക്ക് ശിശിര ചെന്നു. മമ്മിയുടെ കൂടെ വരുന്നോ മോളെ? നെഞ്ചുപൊട്ടി അവൾ ചോദിച്ചു. ക്രിസ്റ്റഫർ ദേവസിയെ നോക്കി. കണ്ണുകൾ കൊണ്ട് പേടിക്കാനില്ലെന്ന് ദേവസി ഒരാംഗ്യം കാട്ടി. ഞാൻ പറഞ്ഞില്ലേ വരുന്നില്ലാന്ന്. നന്ദൂട്ടി മുഖം വെട്ടിച്ചു. നമുക്കിറങ്ങാം. ക്രിസ്റ്റഫർ പുറത്തേക്ക് നടന്നു. ശിശിരയ്ക്ക് എത്ര നിയന്ത്രിച്ചിട്ടും കരച്ചിൽ വന്നു. ഞാൻ പോട്ടെ. അവൾ മിണ്ടിയില്ല. നാളെ മമ്മി വരാം കേട്ടോ. ശിശിര അവളുടെ കവിളുകളിൽ കൈവച്ചു. മമ്മി വരണ്ട. നീ ചെല്ലു മോളെ. ദേവസി ഇടപെട്ടു. കണ്ണു തുടച്ചിട്ട് ശിശിര പുറത്തേക്ക് നടന്നു. അവൾക്ക് പിന്നാലെ ദേവസിയും ചെന്നു. മമ്മി പോയപ്പോൾ നന്ദുട്ടിക്ക് സങ്കടം വന്നു മുട്ടി. അവൾ സെറ്റിയിലിരുന്ന് ഏങ്ങലടിക്കാൻ തുടങ്ങി. ക്രിസ്റ്റഫർ മുറ്റത്തിറങ്ങിയപ്പോൾ തൻ്റെ കാറിനരികിൽ കിടക്കുന്ന ബെൻസ് കണ്ടു. 45 ലക്ഷം വിലയുണ്ട് അതിനെന്ന് അപ്പച്ചൻ പറഞ്ഞത് അയാൾ ഓർത്തു. മോനെ. പിന്നിൽ ചെന്ന് ദേവസി വിളിച്ചു. ക്രിസ്റ്റഫർ തിരിഞ്ഞു നിന്നു. ഇത് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാ. കീ വാങ്ങിയേ. ചിരിയോടെ ക്രിസ്റ്റഫറിൻ്റെ കൈ പിടിച്ച് ദേവസി ബെൻസിൻ്റെ കീ വച്ചു കൊടുത്തു. ക്രിസ്റ്റഫർ അത്ഭുതം നടിച്ചു. അയ്യോ, ഞങ്ങൾക്ക് എന്നാത്തിനാ അപ്പച്ച ഇത്രയും വില കൂടിയ വണ്ടി? എനിക്ക് വേണ്ട. അയാൾ നിഷേധിച്ചു. വേണം. ഇനി നീ ഇതിലാ സഞ്ചരിക്കേണ്ടത്. ഇതിൽ വേണം നിങ്ങൾ തിരിച്ചു പോകേണ്ടത്. നിന്റെ വണ്ടി പാപ്പി കളത്തിലെത്തിച്ചോളും. ദേവസി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ക്രിസ്റ്റഫർ നിസ്സഹായനായി ശിശിരയെ നോക്കി. അവൾക്കതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു. ദേവസി മകൾക്ക് കയറാനായി ഡോർ തുറന്നുകൊടുത്തു. വിങ്ങൽ വിഴുങ്ങി ശിശിര ബെൻസിൽ കയറി. വിജയഹർഷത്തോടെ ക്രിസ്റ്റഫറും കയറി. വണ്ടി ഒഴുകിപ്പോയപ്പോൾ കൃതാർത്ഥനായി ദേവസി അകത്തേക്ക് വന്നു. സെറ്റിയിലിരുന്ന് കരയുന്ന നന്ദൂട്ടിയെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ അയാൾ മുകളിലേക്ക് കയറിപ്പോയി. രാരീരം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നെലനാട് നോവൽസിന് വേണ്ടി സൽമ റോയിസ്.